ആതിര, മലയാളികൾക്ക് ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം ഇപ്പൊ നടന്നേക്കുന്നത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ. ഇപ്പൊ ഫ്ലൈറ്റിൽ വരെ നടക്കുവാണ്. അതും നമ്മുടെ മലയാളി ആയ ഒരു ചെക്കൻ UK പഠിക്കുമായിരുന്നു. പുള്ളി തിരിച്ചു വരുന്ന വഴിക്കാണ് ഒരു യുവതിയും കുഞ്ഞും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു കൂടെ. അപ്പൊ ആ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചാണ് പുള്ളി ഒരു നഗ്ന പ്രദർശനം നടത്തിയേക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു, മലയാളികൾക്ക് ഇപ്പോഴും ഒരു ഇട്ടാവട്ടത്താണ് ജീവിക്കുന്നത് എന്നൊക്കെ ഒരു തോന്നലില്ലേ? ഇതുവരെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തി പോലും ഇങ്ങനെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നടത്തുന്നുണ്ടെങ്കിൽ എന്ത് അവയർനെസ് ആണ് അവർക്ക് കിട്ടുന്നതെന്നുള്ളത് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ശരിക്കും തീർച്ചയായും നമ്മളിത് ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്, സ്വയംഭോഗം ചെയ്യുന്നത്, മാസ്റ്റർബേഷൻ ചെയ്യുന്നത് ആദ്യം ഇവിടെ കണ്ടത് മസ്താനിയുടെ കേസിലായിരുന്നു, സവാദ്. അപ്പൊ ആ പുള്ളിയുടെ കേസിലായിരുന്നു ഈ ഒരു സംവിധാനം ബസ്സിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷം റെയിൽവേ സ്റ്റേഷനുകളിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ പിന്നീട് പെൺകുട്ടികൾ വിഷ്വൽസ് സോഷ്യൽ മീഡിയയിൽ ഇടാൻ തുടങ്ങി. അങ്ങനെ പൊതു ഇടങ്ങളിൽ ഇത് ചെയ്യുന്നത് ഇത്ര കൂളായിട്ട് ഇവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു വലിയ സംശയം. നമ്മൾ കേരളത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു പ്രശ്നം. അപ്പോൾ എത്ര ന്യൂസ് വന്നിട്ടും വീണ്ടും ആൾക്കാർ ഇത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ നിയമത്തിൽ പേടിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി. തീർച്ചയായും അത് നമ്മുടെ ഇവിടുത്തെ പ്രശ്നമാണ്. ഇവിടുത്തെ അല്ലെങ്കിൽ നിങ്ങളെ ഒന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ്, തൊട്ടില്ലല്ലോ അല്ലെങ്കിൽ ഉപദ്രവിച്ചില്ലല്ലോ, അവരവരുന്ന് ചെയ്യല്ലേ, ഇപ്പോഴും അങ്ങനെ ഒരു മനസ്ഥിതിയാണ്. പക്ഷെ ഇത് നടന്നിട്ടുള്ളതും ഈ കേസുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഇവർ നേരിടാൻ പോകുന്നതും പുറത്തായതുകൊണ്ട് തന്നെ ഇത് അവരങ്ങനെ സ്വാഭാവികമായി വിട്ടില്ല. ഇവിടുത്തെ കോടതി പോലെ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സവാദിനെ പൂമാല അണിയിച്ച് അടുത്ത ദിവസം സ്വീകരിച്ച പോലെ സവാദ് ഈ പണി അവിടെ പോയി കാണിച്ചിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ്. 22 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ 30 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 40-50 വയസ്സ് കഴിഞ്ഞവർക്കാണ് ഈ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളത്. പൊതു ഇടങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് പൊതുവെ കാണിക്കുന്നത് ഈ ഏജ് കാറ്റഗറി ആണെന്ന് വിചാരിച്ചാലും, പക്ഷേ 22 വയസ്സുള്ള വീണ്ടും ഉന്നത പഠനത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരുന്ന, മാസ്റ്റേഴ്സിന് വേണ്ടി പോയിരുന്ന ആളാണ് ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് ഇത് ചെയ്തത്. ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് ഇത് ചെയ്യാൻ മാത്രം എന്ത് ഫ്രസ്ട്രേഷൻ ആണ് ഉള്ളത്. അത് ഒരു കുഞ്ഞുണ്ട് അപ്പുറത്ത്, ആ ഒരു കുഞ്ഞും അമ്മയും, അല്ലെങ്കിൽ അവർക്കത് ആ കുഞ്ഞത് കാണില്ലേ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വികാരവും തോന്നാത്ത രീതിയിൽ എങ്ങനെ ചെയ്തു. പക്ഷെ ഇത് ഇവിടുത്തെ കോടതി ഒക്കെ വെറുതെ വിട്ടതുപോലെ, കാരണം ഇവിടുത്തെ നിയമവ്യവസ്ഥയെ കുറ്റം പറയുന്നതല്ല, പക്ഷെ അവിടെ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള അവൻ സമ്മതിക്കും. ആദ്യം പറഞ്ഞു അബദ്ധം പറ്റിയതാണെന്ന്. ഇവിടെ സവാദും പറഞ്ഞിരുന്ന പ്രധാന വിഷയമായിരുന്നു അബദ്ധം. വിസ്മയം വിശ്വസിക്കുന്നുണ്ടോ, സിബ് തുറന്ന് അവരുടെ ഒരു ലൈംഗിക അവയവം പുറത്തേക്ക് ഇട്ടിട്ട് അതിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ അബദ്ധമാകുന്നത്? അത് തൊട്ടപ്പുറത്ത് സ്ത്രീകൾ ഇരിക്കുമ്പോൾ തന്നെ ഇത്, അല്ലെങ്കിൽ സ്ത്രീകളെ കാണുമ്പോൾ തന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെ അബദ്ധമാവുന്നത്? ഇത് വിശ്വസിക്കാൻ ഒരു മെൻസ് അസോസിയേഷനും അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ ഒരു കൂട്ടവും ഇവിടെ നിൽക്കുന്നു. ഇനിയിപ്പോ എത്തരത്തിലാണ് പറയാൻ പോകുന്നത്? ഇയാൾക്ക് ഏത് രീതിയിൽ അട്രാക്ഷൻ ഉണ്ടാക്കി കാണും അപ്പുറത്തിരുന്ന അമ്മയും കുഞ്ഞും കൂടെ? പൊതുവെ ഒരു അമ്മയും കുഞ്ഞിനെയും കാണുമ്പോൾ നമുക്കൊരു വാത്സല്യം, സ്നേഹം, അങ്ങനത്തെ വികാരങ്ങളൊക്കെയാണ് ഉടലെടുക്കേണ്ടതെന്നാണ് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്കും അമ്മയും കുഞ്ഞിനെയും കാണുമ്പോൾ ഇങ്ങനത്തെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ മാസ്റ്റർബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു അവസരം ഫ്ലൈറ്റിലൊക്കെ ആരും സ്വപ്നം പോലും കാണില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അല്ലെങ്കിൽ അതും ആ ഒരു ക്രെഡിറ്റും മലയാളി അടിച്ചോണ്ട് പോയെന്ന് വേണം പറയാൻ. ഇനി ഫ്ലൈറ്റിലേക്കൊക്കെ മലയാളികൾ കയറുമ്പോൾ എന്തായിരിക്കും ഒരു അവസ്ഥ? ഇവര് മലയാളികളാണ് കേട്ടോ. അവിടെ കേരളത്തിൽ നിന്ന് വരുന്ന മറ്റേ പൊതുവെ ഇന്ത്യൻസിന് ഒരു ബാഡ് ഇമേജ് ഉണ്ട്. ഇപ്പം പ്രത്യേകിച്ച് മലയാളി എന്നുള്ളൊരു ഹെഡ്ലൈനും കൂടെ വരുവാണ്. UK-ക്കാരുടെ ഇടയിൽ നമ്മളെ മലയാളികൾക്ക് ഇപ്പൊ നല്ല പേരായിട്ടുണ്ട്. അതെ, മലയാളികൾ എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയായിരിക്കും, സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടിയ ആൾക്കാരായിരിക്കും ഇത്തരം ആൾക്കാർ എന്നുള്ള ഒരു രീതിയിലായിരിക്കും. ഇനിയിപ്പോ മലയാളികൾ എന്ന് പറയുന്ന കാറ്റഗറി പെടുമ്പോൾ എല്ലാവരും അങ്ങനെ വിചാരിക്കുള്ളൂ. അതിപ്പോ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് എല്ലാ മലയാളികളെയും അടച്ചാക്ഷേപിച്ച് പറയുന്ന അല്ലെങ്കിൽ പോലും ഇത്രയും ദാരിദ്ര്യം ആ ഫ്ലൈറ്റിലിരുന്ന് കാണിക്കുകയാണെങ്കിൽ അത് ഒരു മലയാളി ആയതുകൊണ്ടാണെന്ന് ഇനി ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അവരെ അങ്ങനെ പറയാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് ഈ ബാക്കി യുകെയിലാണ് ഈ ഒരു നിയമവശത്തിന്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരാതിക്കാരി ഇപ്പൊ ഓസ്ട്രേലിയയിലാണുള്ളത്. അവര് വീഡിയോ വഴി അല്ലെങ്കിൽ കൃത്യമായി അവരുടെ മൊഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അവര് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ആ തെളിവ് പോലും കോടതിക്ക് വേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ പുള്ളിക്കാരൻ സമ്മതിപ്പിച്ചു. ശരിക്കും ഇവിടുത്തെ ആണെങ്കിൽ തെളിവ് കാണിക്കേണ്ടി വന്നേനെ. എന്നാ തെളിവ് കാണിച്ചാലോ അതിൽ തന്നെ പുനർപരിശോധന, അത് ഭയങ്കര ഇതാണ്. ഇങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മുടെ നിയമവ്യവസ്ഥ പോകുന്നത്. പക്ഷെ ആ തെളിവ് പോലും, എവിഡൻസ് പോലും ഇവിടെ സബ്മിറ്റ് ചെയ്യാണ്ട്
പുള്ളിക്കാരനെതിരെ ഇവിടെ തെളിവ് കാണിച്ചുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് വീഡിയോ എടുത്തില്ലേ, നിങ്ങൾ അത് കണ്ട് എൻജോയ് ചെയ്തേയിരിക്കും. അപ്പൊ വീഡിയോ എടുക്കുന്ന സാഹചര്യത്തിൽ അത് പുറത്തേക്ക് ഇടുമ്പോൾ തന്നെ റിയാക്ട് ചെയ്തപ്പോൾ എന്തിനാണ് വീഡിയോ എടുത്തത്? ഇപ്പൊ തെളിവിന് വേണ്ടിയിട്ടാണെന്ന് അവർ പറഞ്ഞാൽ പോലും ഓക്കെ, ഇത് വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ അവിടെ അങ്ങനെ ഒരു ചോദ്യമില്ല. അവിടെ ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണെന്നുള്ളത് അവനോട് പറയേണ്ടി വന്നു, സമ്മതിച്ചു, കുറ്റസമ്മതം നടത്തി, ചെയ്തതാണ്, ഓക്കെ ഞാനങ്ങനെ ചെയ്തതാണ് എന്നുള്ളത് നടത്തി. ഇനി ആ ഒരു അവൻ എന്തിനാണോ അവിടെ വന്നിട്ടുള്ളതിന് അപ്പുറത്തേക്ക് ഇനിയിപ്പൊ UK ജയിലിൽ കിടക്കാന്നുള്ളതാണ്. അവിടെ പ്രത്യേകിച്ച് ദാക്ഷിണ്യമൊന്നുമില്ല. പ്രത്യേകിച്ചും ഈ അമ്മയ്ക്കും കുഞ്ഞിനുമെതിരെ കാണിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഒരു സ്ത്രീക്കെതിരെ കാണിക്കുന്നതിനെക്കാട്ടിലും നിയമവശം കൂടുതലാണ്, അല്ലെങ്കിൽ അത്രയധികം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ അവിടുത്തെ ഒരു ശിക്ഷ പ്രകാരം 5 വർഷമോ 10 വർഷമോ ആണ് ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, അതിക്രമണത്തിനെതിരെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെങ്കിൽ അമ്മയും കുഞ്ഞും കൂടെ ആയ സ്ഥിതിക്ക് അതൊരു 15 വർഷമൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ പരാതിക്കാരി പിന്മാറണം. പരാതിക്കാരി പിന്മാറാൻ തയ്യാറുമല്ല. പരാതിക്കാരി എങ്ങനെ പിന്മാറുന്നത്? അതിന്റെ കുഞ്ഞുള്ള സമയം, അല്ലെങ്കിൽ ആ കുഞ്ഞും അമ്മയും കൂടെ അവര് പേഴ്സണലി സ്റ്റക്ക് ആയിട്ടുണ്ടാവും, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയിട്ടുണ്ടാവും. കാരണം ആദ്യ സമയത്ത് പില്ലോ വെച്ചിട്ടാണ് ഇവരിത് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ആദ്യം പുള്ളിക്കാരി വിചാരിച്ചിരുന്നത് ആയുധം എങ്ങാണ്ടോ മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും, അതാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. അപ്പോഴാണ് ഇവൻ ഇങ്ങനെ വൃത്തികേടാ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായത്. തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെ ആ ഫ്ലൈറ്റിൽ ഇരുന്ന് ഇത് ഇവര് എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പൊതുവെ നമ്മൾ ഫ്ലൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും സെക്യൂർ ആയിട്ടുള്ള അങ്ങനെ ഒരു സംവിധാനത്തിലാണ് ഓരോ ആൾക്കാരും അതാണ് വിശ്വസിച്ചു വന്നിരുന്നത്. അവിടേക്ക് ഒരാൾ വന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് കുഞ്ഞിനെ നടുക്കിരുത്തിരിക്കുക എന്ന് തോന്നുന്നു. കുഞ്ഞാണ് അവന്റെ അപ്പുറത്തിരുന്നത്, അതിന്റെ അപ്പുറത്താണ് അമ്മ ഇരുന്നത്. അപ്പോഴാണ് ഇവര് ആയുധമാണോ അങ്ങനെ ഒരു അതിലാണ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടത്. എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആ ഒരു മൊമെന്റില്. കാരണം അവര് കണ്ടു. ഇനിയിപ്പൊ അവർ എപ്പോ ഈ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു ഇനി അവരൊരു മലയാളിയുടെ അടുത്ത് ഇരിക്കുമെന്ന് പോലും സംശയമാണ്. മലയാളി ആണെങ്കിൽ വേറെ സീറ്റിൽ പോയിരിക്കുകയായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയാണ്. എന്തായാലും അവന് കൃത്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കും. അതുപോലെ തന്നെ ഇത്തരം ഫ്രസ്ട്രേഷൻസ് ഉള്ള ആൾക്കാര് ഇങ്ങനെ പൊതു ഇടങ്ങളിലേക്ക് അത് വന്ന് പ്രകടിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. കാരണം എത്രയധികം ദിവസം കാണുന്നു, എല്ലാ ദിവസവും ഇങ്ങനെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരാളെങ്കിലും ഇങ്ങനെ പബ്ലിക്കായിട്ടിരുന്ന് കാണിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ട് വരുന്നതാണ്. പണ്ടുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു പണ്ട് ഈ വഴിയോരങ്ങളിലൊക്കെ ഈ അമ്മാവന്മാരൊക്കെ ഇരുന്ന് ചെയ്യുമെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പണ്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഇപ്പൊ ഓപ്പൺ ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ, ഇപ്പൊ ഇതാ ഫ്ലൈറ്റിലേക്ക്. ഇനിയിപ്പോ ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇനിയിപ്പോ കേരളത്തിൽ ഇരുന്നങ്ങ് ചെയ്യുക. പുറത്തേക്ക് പോയി ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷം 20 വർഷമൊക്കെ അകത്ത് കിടക്കേണ്ടി വരും.